ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നു ഒരു കുഞ്ഞൊരു അക്വേറിയം സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ട് വരണ വഴിക്ക് ഒരു അക്വേറിയമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങാൻ പോവുകയാണ് ഞാനും ഏട്ടനും കൂടെ. എന്നിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിൻ്റെ അവിടെ എത്തി. എന്നിട്ട് നമ്മൾ മീനൊക്കെ നോക്കുകയാണ്. ആദ്യം തന്നെ ഏതൊക്കെ മീൻ അതിലിടണം, കുഞ്ഞൊരു അക്വേറിയമാണ് കേട്ടോ സെറ്റാക്കണത്, ഏതൊക്കെ മീൻ അതിലിടണം എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. നിറയെ മീനുണ്ട്. അങ്ങനെ മീനുകളെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ കാണുമ്പോൾ ഏതെങ്കിലും ഇത് ഇഷ്ടപ്പെടുമ്പോൾ അതങ്ങോട്ട് വാങ്ങണമെന്നുള്ളൂ. കുറേ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ. പിന്നെ അതിങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയല്ലേ, രാത്രി ലൈറ്റിൽ മീനൊക്കെ ഇങ്ങനെ തിളങ്ങിയിരുന്നു. ഓറഞ്ചും ചുവപ്പും വെള്ളയും അങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ഒരു കുഞ്ഞതാണെങ്കിലും നല്ലൊരു അടിപൊളി അക്വേറിയം സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത്. ഓൾറെഡി അക്വേറിയം ഉണ്ടായിരുന്നു, പക്ഷേ അത് പൊട്ടിപ്പോയി ഗൈസ്. അപ്പോൾ ഒരു കുഞ്ഞൊരു അക്വേറിയം വീണ്ടും റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിന് പുറത്താണ്. അപ്പോൾ അതാ നമ്മൾ ഇത്ര ചെറിയ അക്വേറിയമാണ് കേട്ടോ സെറ്റ് ചെയ്തത്. അത് ആൾ ഇതൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ അതായിട്ട് നമ്മൾ വീട്ടിൽ വന്നു. കല്ലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിടാൻ. നമ്മൾ വൈറ്റും ബ്ലാക്കും സ്റ്റോൺ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞൊരു ചെടിയും പിന്നെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്ലൊക്കെ കഴുകി വൃത്തിയാക്കി അത് അതിലിങ്ങനെ സെറ്റാക്കുകയാണ് ഞാൻ. കുറേ വൈറ്റ് സ്റ്റോണും പിന്നെ ഒരു 2-3 കുറച്ച് വലിയൊരു ബ്ലാക്ക് കല്ലുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിക്ക്, ബാക്കിൽ കുറച്ച് കട്ടിയിലും ഫ്രണ്ടിൽ കട്ടി കുറച്ച് ഇടാനാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യണത്. അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, മോട്ടർ വെച്ചില്ലല്ലോ എന്ന്. പിന്നെ കല്ലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കുറച്ച് വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മോട്ടർ വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതാ മോട്ടർ, ഇതാണ് മോട്ടർ, ഫിൽറ്ററാണ് ഫിൽറ്റർ. ഇത് വെച്ചെന്താ വെച്ചാൽ മീനിന് എന്താ ശ്വസിക്കാൻ എളുപ്പമുണ്ടാവുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ സെറ്റാക്കി. മോട്ടറല്ല ഫിൽറ്റർ മൂടോളം വെള്ളം ഒഴിക്കണം എന്നാണ് ആ കടയിലത്തെ അങ്കിൾ പറഞ്ഞത്. പിന്നെ അതവിടെ വെച്ചു കേട്ടോ. നമ്മൾ ആ മേലുള്ള കുഞ്ഞൊരു ഗ്യാപ്പിലാണ്, അതിനനുസരിച്ചിട്ടാണ് അക്വേറിയം സെറ്റ് ചെയ്യിപ്പിച്ചത്. പിന്നെ മീനിട്ടു അതിൽ കുറേ എണ്ണം ആദ്യം കൂടിപ്പോയി. പക്ഷെ ലാസ്റ്റ് ഒരു മീൻ അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് അതിനെ എത്ര ഇതാക്കിയിട്ടും പോകണമില്ല. അതിൻ്റെ ഇടയിൽ കയ്യിലിട്ട് അതിൻ്റെ ഇടയിൽ ഇടാനുള്ള ഗ്യാപ്പും ഇല്ല. അങ്ങനെ കുറച്ച് നേരം ആ മീൻ മാത്രം അവിടെ നിന്ന് സ്റ്റക്കായപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ. പിന്നെ അത് താഴേക്ക് പോയി. പിന്നെ അതിലിട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ലൈറ്റും പിന്നെ മീനിങ്ങനെ അതിലിങ്ങനെ ഭയങ്കര തിളക്കമായിരുന്നു. നല്ല രസമല്ലേ കാണാൻ. പിന്നെ അടിപൊളിയായി. കുറേ നേരം അതിങ്ങനെ നോക്കി നിന്നു ഞാൻ. അവർക്ക് ആ ഇട്ടപ്പോഴത്തെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫിൽറ്റർ ഓഫാക്കി കുറച്ച് നേരം. അപ്പം ആദ്യം നമ്മൾ കുറച്ച് മീനേ വാങ്ങിയുള്ളൂ. പിന്നെ അവിടെ വേറെ കുറേ കളേഴ്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് പിന്നെ പോയി വാങ്ങണം. പിന്നെ ഞാൻ തീറ്റ ഇട്ട് കൊടുത്തു. അവർക്ക് പറയില്ലല്ലോ, പുതിയ വീടല്ലേ അവരുടെ. അപ്പം ഞാൻ കുറേ ഇങ്ങനെ തൊട്ടൊക്കെ മേലേക്ക് ആക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവറ്റുള്ള അങ്ങോട്ട് പോകണമൊന്നുമില്ല.
അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് പോയി എടുത്തു കേട്ടോ. പിന്നെയും കിട്ടാത്തവരുണ്ട്. നമ്മളാകെ എത്ര മീനച്ചാൽ അതിനനുസരിച്ചുള്ള ആകെ 4-5 മണി തീറ്റ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് മീനിന്, അതാ മേലെയാണ് തീറ്റാന്ന്. അക്വേറിയം സെറ്റ് ചെയ്തു. ഫുൾ ഹാപ്പി. അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.